അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനാണ് ഷെയ്ഖുന സി എം വലിയുള്ളാഹി. ജീവിച്ചിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർ കൂടുതൽ ദർസുമായി ബന്ധപ്പെട്ട് ജീവിച്ചിട്ടുണ്ട്. കാലഘട്ടത്തിൽ സംഭവിച്ച മഹാനവറുകളുടെ ശിഷ്യനായിരുന്ന അവിടുന്ന് കിതാബ് ഓതി പഠിച്ച ഒരു ശിഷ്യൻ പറയുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം പറയാണ്, ഷെയ്ഖുന സി എം വലിയുള്ളാഹി മഹാനവറുകൾ ദർസ് നടത്തിയിരുന്ന കാലം. ഷെയ്ഖുന അന്ന് കിടന്നിരുന്നത് അകത്തെ പള്ളിയിലായിരുന്നു. സി എം വലിയുള്ളാഹി മഹാനവറുകൾ പറഞ്ഞിരുന്നു, രാത്രി 12 മണിക്ക് ശേഷം അകത്തെ പള്ളിയിലേക്ക് ആരും തന്നെ പ്രവേശിക്കാൻ പാടില്ല എന്ന്. അങ്ങനെ അതാ ഒരു ദിവസം ആ ശിഷ്യൻ പറയാണ്, രാത്രി 2 മണിക്ക് ഞാൻ എണീറ്റു. അദ്ദേഹം കടന്നിരുന്നത് പള്ളിയുടെ മുകളിലത്തെ നിലയിലായിരുന്നു. എവിടെ നിന്നോ കിതാബ് ഓതി കൊടുക്കുന്ന ഒരു ശബ്ദം കേട്ടിരുന്നു. അതങ്ങനെ ശ്രദ്ധിച്ച് കേട്ടപ്പോഴാണ് ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹിയാണതെന്ന് മനസ്സിലായത്. ഞാൻ വേഗം അകത്തെ പള്ളിയുടെ ആ മുകളിലുള്ള മിഹ്റാബ് തൊട്ടുമുകളിലുള്ള ആ ദ്വാരം അതിൻ്റെ ആ മരപ്പലക നീക്കിക്കൊണ്ട് വലിയ തലയെക്കെട്ടും താടിയുമുള്ള ആ ആളുകൾക്ക് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സി എം വലിയുള്ളാഹി ദർസ് എടുത്തു കൊടുക്കുന്ന കാഴ്ച. അവിടെ അതിന് മുന്നേ ആയിട്ട് ഇങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടേയില്ല അദ്ദേഹം ആകെ ബേജാറായി. വേഗം തന്നെ ആ ദ്വാരമടച്ച് അദ്ദേഹം കിടന്നുറങ്ങി. പിറ്റേ ദിവസം പതിവ് പോലെ ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി മഹാനവറുകൾ അവർക്ക് ദർസെടുത്ത് കൊടുക്കാൻ വേണ്ടി കടന്നു വന്നു. കിതാബുമായി ബഹുമാനപ്പെട്ട ഷെയ്ഖുനയുടെ അടുക്കിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തെ കണ്ടപാടെ തന്നെ ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി പറഞ്ഞു, പുറത്തു പോ, നിനക്ക് അദബില്ല എന്ന്. അത് കേട്ടതും എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. ഞാൻ ഷെയ്ഖുനയുടെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. ഷെയ്ഖുന അത് സ്വീകരിക്കുകയും ചെയ്തു. ഷെയ്ഖുന അവരോട് ചോദിച്ചു, നീ പേടിച്ചു പോയോ? അദ്ദേഹം പറഞ്ഞു ഇല്ല എന്ന് ഉത്തരം നൽകി. ഷെയ്ഖുന അദ്ദേഹത്തോട് പറഞ്ഞു, അവർ ജിന്നുകളാണ്, അവർക്കും വേണ്ടേ കിതാബ് ഓതുക. അദ്ദേഹം അന്ന് കണ്ടത് മഹാനായ സി എം വലിയുള്ളാഹി ജിന്നുകൾക്ക് ദർസ് ഓതി കൊടുക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവർ എടുത്തിട്ടുള്ള ഇബാദത്തുകളും അമലുകളും എത്രത്തോളമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എത്ര ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് അവർ അള്ളാഹുവിലേക്ക് അടുത്തത് എന്നുള്ളതൊക്കെ. അള്ളാഹു നമുക്കും മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു മഹാനായ സി എം വലിയുള്ളാഹിയുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി തരുമാറാവട്ടെ. എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും.